ഈ സെഷനിൽ റണ്ണിംഗ് ഓൺ സ്ട്രെയിറ്റ് ലൈനുകൾ, സിക്സാക്ക് ലൈനുകൾ, സെമി സർക്കിൾ, സ്ക്വയർസ്, സർക്കിൾ, സ്പൈറൽ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് മെഷീൻ ഉപയോഗിച്ചുള്ള തുന്നലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും സ്യൂയിങ് മെഷീനിലെ സ്റ്റിച്ചിങ് ലൈനുകളുടെ വ്യത്യസ്ത ആകൃതിയെക്കുറിച്ച് പഠിക്കാനും വ്യത്യസ്ത ആകൃതിയിലും തുണിത്തരങ്ങളിലുമുള്ള സ്റ്റിച്ച് ലൈനുകൾ മനസ്സിലാക്കാനും സാധിക്കും. യന്ത്രം ഉപയോഗിച്ചുള്ള തയ്യൽ ഒരു കലയാണ്. ഓരോ ഡ്രസ് മേക്കർ ട്രെയിനിക്കും ആത്യന്തികമായി ഉണ്ടാകേണ്ട ഒരു കഴിവാണത്. തയ്ക്കാനായി ഒരു സ്യൂയിങ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയ്ക്കും കൃത്യതയ്ക്കുമായി പിന്തുടരേണ്ട ചില പ്രധാന ടെക്നിക്കുകളുണ്ട്. മെഷീൻ സ്റ്റിച്ചിങ്ങിലെ തുടർച്ചയായ പരിശീലനത്തിലൂടെയാണ് ഒരു ഡ്രസ് മേക്കർ പൂർണ്ണത കൈവരിക്കുന്നത്. മെഷീൻ സ്റ്റിച്ചിങ് പടിപടിയായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇതിലൂടെയാണ് ഡ്രസ് മേക്കർ സ്യൂയിങ് മെഷീനെ തന്നെ മികച്ച ആയുധമാക്കി മാറ്റുന്നത്. ആദ്യത്തേത് മെഷീൻ എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പെഡലിംഗ് ആണ്. സൂചിയും നൂലും ഇല്ലാതെ പെഡലിംഗ് നടത്തിയാണ് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത്. പിന്നീട് മെഷീൻ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് പവർ ഉപയോഗിച്ച് യന്ത്രം കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിക്കുന്നു. മോട്ടറൈസ്ഡ് ആപ്ലിക്കേഷനിൽ മെഷീന്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലായതിനാൽ ഇതിന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. രണ്ടാമതായി വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായ വരകൾ, കോൺസെൻട്രിക് സ്ക്വയർ, സർക്കിളുകൾ തുടങ്ങിയ വിവിധ ആകൃതിയിലുള്ള A4 വലിപ്പമുള്ള പേപ്പറുകളിൽ ഓരോന്നായി വരച്ചിരിക്കുന്നു. ത്രെഡിംഗ് ഇല്ലാതെ തുന്നലിനായി മെഷീൻ സജ്ജീകരിച്ചിരിക്കുന്നു. A4 പേപ്പറിൽ വരച്ച എല്ലാ ഡിസൈനുകളും മെഷീനിൽ വിവിധ ആകൃതികളുടെ ക്രമത്തിൽ തുന്നിച്ചേർക്കുന്നു. ഒരേ രൂപങ്ങൾ തുണി കൊണ്ടുള്ള കഷ്ണങ്ങളിൽ വരച്ചിരിക്കുന്നു. അവസാനമായി സ്യൂയിങ് മെഷീൻ കൊണ്ട് തുണിയിൽ ത്രെഡ് ചെയ്ത് വരച്ച രൂപങ്ങളിൽ സ്റ്റിച്ച് ചെയ്യാൻ പരിശീലിക്കുക. ഈ പരിശീലനം മെഷീൻ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ മെഷീൻ വേഗത നിയന്ത്രിക്കാനും ട്രെയിനിയെ സഹായിക്കും. ഒരു സൂയിങ് മെഷീൻ ആദ്യമായി ഉപയോഗിച്ചു വരുമ്പോൾ നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രധാന വെല്ലുവിളികളും അവയുടെ പരിഹാരങ്ങളെയും പറ്റി നോക്കാം. ഇവയിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാവുന്നതാണ്. മെഷീന് കാര്യമായ മറ്റ് സാങ്കേതിക തകരാറുകൾ ഉണ്ടായാൽ യോഗ്യനായ ഒരു മെക്കാനിക്കിന്റെ സഹായം തേടണം. തുടക്കത്തിൽ നൂലുകൾ കെട്ടുപിണിയുന്നത്, സ്റ്റിച്ചുകൾ പൊട്ടിപ്പോകുന്നത്, അപ്പർ ത്രെഡ് പൊട്ടുന്നത്, ലോവർ ത്രെഡ് പൊട്ടുന്നത്, തുണി ചുളിഞ്ഞു പോകുന്നത്, സൂചി പൊട്ടിപ്പോകുന്നത്, സ്റ്റിച്ചുകൾ ഇടറിപ്പോകുന്നത്, സ്റ്റിച്ച് ലെങ്ത് തുല്യമാകാതിരിക്കുന്നത്, തുണി കൃത്യമായി ഇരിക്കാത്തത്, മെഷീൻ വേഗത്തിൽ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നോക്കാം. നിങ്ങളുടെ ധാരണ പരിശോധിക്കാൻ ഒരു ടാസ്ക് ചെയ്യാം. ഇതിന് സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ, ബോബിൻ ആൻഡ് ബോബിൻ കേസ് ത്രെഡ്, നീഡിൽ, മെഷറിംഗ് ടേപ്പ്, സ്കെയിൽ, പെൻസിൽ, A4 സൈസ് പേപ്പറുകൾ, കോട്ടൺ ഫാബ്രിക് എന്നിവ ആവശ്യമാണ്. വ്യത്യസ്ത ആകൃതിയിലും തുണിയിലും സ്റ്റിച്ച് ലൈനുകൾ ചെയ്യുക എന്നതാണ് ടാസ്ക്. A4 പേപ്പറിൽ വരകൾ വരയ്ക്കുക. ഓരോ രൂപവും ഒരു ഷീറ്റിൽ 2 തവണ വരയ്ക്കുക. ഇതിന് പെൻസിലും സ്കെയിലും ഉപയോഗിക്കുക. അമർത്തുന്ന പാദത്തിന് കീഴിൽ പേപ്പർ വയ്ക്കുക. ഇടതുവശത്തേക്കായി അധിക മെറ്റീരിയലുകൾ സൂക്ഷിക്കുക. പേപ്പറിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂചി ത്രെഡ് ചെയ്യരുത്. തയ്യൽ മെഷീന്റെ പ്രഷർ ഫുട്ട് ലിഫ്റ്റർ വലത് കൈകൊണ്ട് അമർത്തി പ്രഷർ ഫുട്ടിന് താഴെയുള്ള മെറ്റീരിയൽ ശരിയാക്കുക. പ്രഷർ ഫുട്ടിന് താഴെയുള്ള നീഡിൽ പോയിന്റ് കീഴെയുള്ള മെറ്റീരിയലിൽ അടയാളം വയ്ക്കുക. വലത് കൈകൊണ്ട് മെഷീന്റെ ഫ്ലൈ വീൽ നിങ്ങളുടെ നേരെ തള്ളുമ്പോൾ ട്രെഡിൽ നീക്കാൻ ആരംഭിക്കുക. നിങ്ങളുടെ പാദങ്ങൾ ഉപയോഗിച്ച് ട്രെഡിലിന്റെ ചലനം തുടരുക. സ്റ്റിച്ചിങ് സമയത്ത് 2 കൈകൾ കൊണ്ടും മെറ്റീരിയലിനെ നിയന്ത്രിക്കുക. മെഷീനിന്റെ ചലനത്തിലൂടെ ഫീഡ് ഡോഗ് യാന്ത്രികമായി മെറ്റീരിയലിനെ തള്ളി നീക്കും. പക്ഷേ സ്റ്റിച്ചിന്റെ ശരിയായ ലൈൻ നിലനിർത്താൻ നിങ്ങൾ സൂചിയിലും പ്രഷർ ഫുട്ടിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെറ്റീരിയലിലും നീഡിലും ടെൻഷൻ പൂർണ്ണമായി നിലനിർത്തുക. നിങ്ങളുടെ വസ്ത്രങ്ങൾ മെഷീന്റെ ട്രെഡിൽ വീലിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. മെഷീൻ സ്റ്റിച്ചിങ് കൈത്തുന്നലിനേക്കാൾ വേഗതയുള്ളതായതിനാൽ ഈ സമയത്ത് സൂചിയിൽ നിന്ന് നിങ്ങളുടെ വിരലുകളെ സംരക്ഷിക്കുക. അതുപോലെ സൂചിയും ബോബിനും ത്രെഡും ഉപയോഗിച്ച് തുണിയിൽ പരിശീലിക്കുക. ഇനി 20x22.5 സെന്റിമീറ്റർ വലിപ്പമുള്ള ഡബിൾ ലെയേർഡ് തുണിയിൽ എല്ലാ സ്റ്റിച്ച് ലൈനുകളും ചെയ്തു നോക്കുക. മെറ്റീരിയൽ 7 സെറ്റുകളായി മുറിക്കുക, അതായത് 14 കഷ്ണങ്ങൾ.
പരസ്പരം മുകളിലും താഴെയുമായ 2 കഷ്ണങ്ങൾ വെച്ച് എല്ലാ അരികുകളിൽ നിന്നും 0.5 സെന്റിമീറ്റർ വിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ട്രെയിറ്റ് ലൈനുകൾ ഇടാൻ അധിക മെറ്റീരിയൽ, അതായത് 20x45 സെന്റിമീറ്റർ എടുക്കുക. കർവ്ഡ് സ്റ്റിച്ചുകൾ ഇടുമ്പോൾ മെറ്റീരിയലിന് താഴെ ബ്രൗൺ ഷീറ്റ് ഇടുക. നിങ്ങൾ സ്റ്റിച്ചിങ് ആരംഭിക്കുന്നതിന് മുമ്പ് മുകളിലും താഴെയുമുള്ള ത്രെഡിന്റെ ടെൻഷൻ പരിശോധിക്കുക. അവസാനം ത്രെഡുകൾ സുരക്ഷിതമാക്കാൻ റിവേഴ്സ് സ്റ്റിച്ചിങ് സംവിധാനം ഉപയോഗിക്കുക. ഈ ബാക്ക് സ്റ്റിച്ചുകൾ മുമ്പത്തെ തുന്നലിനോ അല്ലെങ്കിൽ മുമ്പത്തെ തുന്നൽ ലൈനിനുള്ളിലോ വെക്കുക. തുണിയുടെ കട്ട് എഡ്ജിനപ്പുറം തുന്നിക്കെട്ടരുത്, അതല്ലെങ്കിൽ ഫാബ്രിക് നീഡിൽ പ്ലേറ്റ് ഹോളിലേക്ക് വലിയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ത്രെഡ് അറ്റത്ത് കെട്ടാനും കഴിയും. അതിനാൽ ആദ്യം താഴത്തെ ത്രെഡ് തുണിയുടെ വലതുവശത്തേക്ക് കൊണ്ടുവരണം. താഴത്തെ ത്രെഡ് പിടിക്കാൻ മുകളിലെ ത്രെഡിൽ വലിക്കുക. എന്നിട്ട് അത് പൂർണ്ണമായും വലിക്കുക. ത്രെഡുകൾ ഒരുമിച്ച് കെട്ടി അധിക ത്രെഡുകൾ ട്രിം ചെയ്യുക. ഈ സെഷനിൽ റണ്ണിംഗ് ഓൺ സ്ട്രെയിറ്റ് ലൈനുകൾ, സിക്സാക് ലൈനുകൾ, സെമി സർക്കിൾ, സ്ക്വയർ, സർക്കിൾ, സ്പൈറൽ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് മെഷീൻ ഉപയോഗിച്ചുള്ള തുന്നലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും സ്യൂയിങ് മെഷീനിലെ സ്റ്റിച്ചിങ് ലൈനുകളുടെ വ്യത്യസ്ത ആകൃതികളെക്കുറിച്ച് പഠിക്കാനും വ്യത്യസ്ത ആകൃതിയിലും തുണിത്തരങ്ങളിലുമുള്ള സ്റ്റിച്ചിങ് ലൈനുകൾ മനസ്സിലാക്കാനും സാധിച്ചുവെന്ന് കരുതുന്നു.